ഹണിമൂണിനിടെ ഭാര്യ നൽകിയ കൊട്ടേഷനിൽ നവവരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്ത്. തന്നേക്കാൾ 5 വയസ്സിന് ഇളയവനായ കാമുകൻ കുഷ്വാഹയ്ക്കൊപ്പം ജീവിക്കാനാണ് ഭർത്താവിനെ കൊട്ടേഷൻ കൊടുത്ത് കൊന്നത് എന്നാണ് വിവരം. ഭർത്താവ് രാജ രഘുവംശിയെ കൊല്ലാൻ നവവധു സോനം കാമുകൻ രാജ കുഷ്വാഹയുമായി പദ്ധതികൾ തയ്യാറാക്കിയെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. സോനത്തെയും മറ്റ് 4 പേരെയും തിങ്കളാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു. സോനവും കാമുകനും ചേർന്ന് വാടക കൊലയാളികളെ ഉപയോഗിച്ച് രാജയെ കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് പറയുന്നത്. ഭർത്താവിനെ വധിക്കാനുള്ള ഗൂഢാലോചനകളിൽ ഉൾപ്പെടെ സോനം പങ്കാളിയായിരുന്നുവെന്നതിന്റെ സൂചനകൾ ഉണ്ട് എന്നും മേഘാലയ പോലീസ് അറിയിച്ചിട്ടുണ്ട്. 25-കാരിയായ സോനം 21-കാരനായ കുഷ്വാഹയെ 2 വർഷം മുമ്പ് തന്റെ സഹോദരന്റെ പ്ലൈവുഡ് ഫാക്ടറിയിൽ സഹായിയായി ജോലി ചെയ്യവെയാണ് കണ്ടുമുട്ടുന്നത്. പിന്നീട് ആ ബന്ധം വളർന്നു. ഇതിനുശേഷം ഇൻഡോറിലെ സോനത്തിന്റെ വസതിക്കടുത്തുള്ള ഒരു വീട്ടിലേക്ക് ഇയാൾ താമസം മാറി. രാജിയുമായുള്ള സോനത്തിന്റെ വിവാഹ നിശ്ചയത്തിന് 1 മാസം മുമ്പ് കുഷ്വാഹ തന്റെ വീട് വിട്ടുപോയെങ്കിലും ഇരുവരും ബന്ധം തുടർന്നു. മെയ് 11-നാണ് രാജയും സോനവും തമ്മിൽ വിവാഹിതരായത്. മെയ് 16-ന് സോനം മേഘാലയയിലേക്കുള്ള ഹണിമൂൺ പ്ലാൻ തയ്യാറാക്കി. സോനമാണ് ഹണിമൂണിനായി തങ്ങളെ നിർബന്ധിച്ചിരുന്നത് എന്ന് രാജയുടെ അമ്മയുടെ മൊഴിയുണ്ട്. 10 ലക്ഷം രൂപയും സ്വർണ്ണാഭരണങ്ങളുമായിട്ടാണ് സോനം മധ്യപ്രദേശിൽ നിന്നും ഹണിമൂണിന് പോകുന്നത്. തിരിച്ചു വരാനുള്ള ടിക്കറ്റുകൾ ബുക്ക് ചെയ്തിരുന്നുമില്ല. മെയ് 20-ന് 2 പേരും ഹണിമൂണിനായി മേഘാലയയിലേക്ക് തിരിച്ചു. ദമ്പതികൾ എത്തുന്നതിന് 3 ദിവസം മുന്നേ കുഷ്വാഹ ഏർപ്പാട് ചെയ്ത വാടക കൊലയാളികൾ മേഘാലയയിൽ എത്തിയിരുന്നു. ഷില്ലോങ്ങിലെ ഒരു ഹോം സ്റ്റേയിൽ 3 ദിവസം താമസിച്ച ശേഷം ദമ്പതികൾ അവിടെ നിന്നും വെക്കേറ്റ് ചെയ്തു. തുടർന്ന് സൊഹ്റയിൽ വെച്ചാണ് ഇരുവരെയും കാണാതാകുന്നത്. മെയ് 25-ന് രാജയുടെ കുടുംബം കേസ് കൊടുത്തു. തുടർന്ന് ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ച് നടത്തിയ അന്വേഷണത്തിൽ ജൂൺ 2-ന് രാജയുടെ മൃതദേഹം വിസബ് ഡോങ് വെള്ളച്ചാട്ടത്തിനടുത്തുള്ള ഒരു മലയിടുക്കിൽ നിന്നും അഴുകിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലയ്ക്ക് മുന്നിലും പിന്നിലുമായി 2 മൂർച്ചയുള്ള മുറിവുകളുണ്ടായിരുന്നു. 1 ദിവസത്തിന് ശേഷം സമീപത്തു നിന്ന് രക്തം പുരണ്ട ഒരു വെട്ടുകത്തി കണ്ടെത്തി. രാജയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ഈ വെട്ടുകത്തിയാണ് ആദ്യത്തെ നിർണായക സൂചന പോലീസിന് നൽകുന്നത്. ആ പ്രദേശത്ത് ഉപയോഗിച്ച വെട്ടുകത്തിയായിരുന്നില്ല അത്. ഇതോടെയാണ് പുറത്തു നിന്നുള്ളവരാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസിന് സംശയം തോന്നിയത്. പിന്നാലെ ദമ്പതികളുടെ കോൾ വിവരങ്ങൾ പോലീസ് പരിശോധിക്കാൻ ആരംഭിച്ചു. ഇതിൽ സോനം തുടർച്ചയായി കുഷ്വാഹ് എന്ന യുവാവുമായി ബന്ധപ്പെടുന്നതിന്റെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. കാണാതാവുന്നതിന് മുൻപ് തങ്ങൾ എവിടെയാണ് എന്ന ലൊക്കേഷനും സോനം കുഷ്വാഹയ്ക്ക് അയച്ചു നൽകിയിരുന്നു. മൗലഖിയാത്തിലെ ഒരു ടൂറിസ്റ്റ് ഗൈഡായ ആൽബർട്ട് നൽകിയ വിവരങ്ങളും അന്വേഷണത്തിൽ വഴിത്തിരിവായി. മെയ് 23-ന് രാവിലെ 10 മണിയോടെ നോൻഗ്രിയാറ്റിൽ നിന്ന് മൗലഖിയാത്തിലേക്ക് കയറുന്നതിനിടെ ഹിന്ദിയിൽ സംസാരിക്കുന്ന 3 പുരുഷന്മാരോടൊപ്പം ദമ്പതികളെ കണ്ടതായി ആൽബർട്ട് മൊഴി നൽകി. 3 പുരുഷന്മാരോടൊപ്പം രാജ മുന്നിലേക്കും സോനം പതുക്കെ പുറകിലേക്കുമാണ് നടന്നത് എന്നും ആൽബർട്ട് പറഞ്ഞു. രഘുവംശി ദമ്പതികൾ താമസിച്ചിരുന്ന സൊഹ്റയിലെ ഹോം സ്റ്റേയിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് 3 പുരുഷന്മാരുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. ഇതിനിടെയാണ് തിങ്കളാഴ്ച പുലർച്ചെ 1 മണിയോടെ ക്ഷീണിതയായ സോനം വാരണാസി ഗോരഖ്പൂർ ഹൈവേയിലെ കാശി ധാബയിലെത്തിയത്. ഇവിടെ വെച്ചാണ് പോലീസ് എത്തി സോനത്തെ കസ്റ്റഡിയിലെടുക്കുന്നത്. പിന്നീടുള്ള പോലീസ് അന്വേഷണത്തിൽ ഇൻഡോറിൽ നിന്നും കുഷ്വാഹയെയും അറസ്റ്റ് ചെയ്തു. മേഘാലയയിൽ നിന്ന് സോനം എങ്ങനെയാണ് ഗാസിപൂരിൽ എത്തിയത് എന്നറിയാൻ കൂടുതൽ ചോദ്യം ചെയ്യൽ വേണ്ടിവരുമെന്നാണ് പോലീസ് പറയുന്നത്. തന്റെ മരുമകൾ ഇങ്ങനെ ഒരിക്കലും ചെയ്യുമെന്ന് കരുതിയില്ല എന്ന് രാജ രഘുവംശിയുടെ അമ്മ ഉമ പോലീസിനോട് പറഞ്ഞു. സോനത്തോടൊപ്പം രാജ സന്തോഷത്തോടെയാണ് ജീവിച്ചിരുന്നത് എന്നും അവളോട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായി പറഞ്ഞിട്ടില്ല എന്നും എന്തുകൊണ്ടാണ് അവൾ എന്റെ മോനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കാതിരുന്നത് എന്നും ഉമ ചോദിക്കുന്നുണ്ട്. സോനം കുറ്റക്കാരിയാണെങ്കിൽ അവളെ തൂക്കിലേറ്റണമെന്നും ഉമ പോലീസിനോട് വ്യക്തമാക്കി. സോനത്തിന്റെ കാമുകനും കേസിലെ മുഖ്യപ്രതിയുമായ രാജ് കുഷ്വാഹയെ മകന്റെ സംസ്കാര ചടങ്ങിൽ ചിലർ കണ്ടിരുന്നുവെന്നും അമ്മ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ തന്റെ സഹോദരി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നാണ് സോനം രഘുവംശിയുടെ സഹോദരൻ പറയുന്നത്. അവൾ ആകെ തളർന്നിരിക്കുകയാണ്. കള്ളക്കേസ് ചുമത്തി സഹോദരിയെ പോലീസ് ദ്രോഹിക്കുകയാണ്. അറസ്റ്റിലാകുന്ന ദിവസം രാവിലെ സോനം തന്നെ ഫോണിൽ ബന്ധപ്പെട്ടു. ഗാസിപൂരിലുണ്ടെന്നും രക്ഷിക്കണമെന്നുമാണ് സോനം വിളിച്ചു പറഞ്ഞത്. താൻ ഇക്കാര്യം അപ്പോൾ തന്നെ ഇൻഡോർ പോലീസിൽ അറിയിച്ചു. അങ്ങനെയാണ് സോനം പോലീസ് കസ്റ്റഡിയിലായത് എന്നും സഹോദരൻ പറഞ്ഞു. അതേസമയം സോനം പോലീസിൽ കീഴടങ്ങുകയായിരുന്നുവെന്നും കുറ്റം സമ്മതിച്ചുവെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്.
സോനത്തിന് മറ്റൊരാളുമായി പ്രണയമുണ്ടായിരുന്നു, അയാൾക്കൊപ്പം പോകാനാണ് രാജാ രഘുവംശിയെ ഹണിമൂണിനിടെ അപായപ്പെടുത്തിയത് എന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്.